ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നടത്താൻ പോകുന്ന എക്സിബിഷനും ഒക്കെയാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. സാധാരണ ഞാൻ കോളേജുകളിലും IT കമ്പനിയിലൊക്കെയാണ് എക്സിബിഷൻ നടത്താറുള്ളത്. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് മാർക്കറ്റാണ് കേട്ടോ. ഇതൊരു ഫാമിലി ക്രൗഡാണ്. ഇതിൽ നിന്ന് നമുക്ക് മോർ ദാൻ സെയിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കുന്നത്. എക്സ്പീരിയൻസ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് മാർക്കറ്റ്, ആൾക്കാർ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, ഏതൊക്കെ സ്റ്റൈലാണ് ആഗ്രഹിച്ച് വരുന്നത്, ഞങ്ങളുടെ മെറ്റീരിയൽസ് അവർക്ക് ഇഷ്ടമാവുന്നുണ്ടോ, നമ്മുടെ ഡിസൈൻസ് ഇഷ്ടമാവുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മാർക്കറ്റാണ് ഞാൻ കണ്ടുപിടിച്ച് എക്സിബിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണിത്. അപ്പോൾ ഞാൻ എൻ്റെ 2-3 ദിവസം മുമ്പേ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ. തിരക്കിനിടയിൽ ഞാൻ എന്താണ് ഫുഡ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. നല്ല വിശപ്പ്. കുറേ നേരം ഗാർമെൻറ്റ് സെഗ്രിഗേഷനും പ്രൈസ് ടാഗ് ഇടലും അങ്ങനെ കുറച്ച് വർക്കൊക്കെ ആയപ്പോൾ ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ശ്രീനിവാസ ഹോട്ടലിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി പാവ് ബാജി, പിന്നെ ഓണിയനും സ്ലൈസ്ഡ് ലെമനൊക്കെ ആയിട്ട്. എൻ്റെ ഫേവറേറ്റ് ആട്ടോ പാവ് ബാജി. ആ ബട്ടർ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ആ പാവുണ്ടല്ലോ, ഓണിയൻസും ആ ബാജിയും ലെമൺ സ്ക്വീസ് ചെയ്തിട്ടൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് പോയി. അവിടെ ഞാൻ സ്റ്റിക്കർ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, റിട്ടേൺ ബാഗ്സിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രാൻഡ് നെയിം ഇട്ടിട്ട്. ഇതാണ് ആ സ്റ്റിക്കേഴ്സ്. എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഈ തിരക്കിനിടയിൽ ഞാൻ കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞ് കുറച്ച് അടദോശ മാവും പിന്നെ കുറച്ച് ചട്നീസും കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി അടദോശ കേട്ടോ. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചോപ്ഡ് ഒനിയൻസും ഗ്രീൻ ചില്ലി പിന്നെ ലെമൺ കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ചോപ്പ് ചെയ്തൊക്കെ ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്കതിനൊന്നും സമയമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പരത്തി ചുട്ടെടുത്തു. ഇതന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ 2-3 തരം ചട്നീസ് ഉണ്ടായിരുന്നു. 2 തരം ചട്നീസും ഒരു കേസരിയുമായിരുന്നു കൊടുത്തു വിട്ടത്. ചട്നീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ആദ്യം തന്നെ ചൗ ചട്നി. ഞാൻ തേങ്ങാ ചട്നി ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ചൗ ചട്നിയാണെന്നുള്ളത്. കേടുവരാതെ 2-3 ദിവസം വരെ അത് ഫ്രിഡ്ജിലിരുന്നു. അതുകൊണ്ട് എനിക്ക് 3 ദിവസത്തേക്ക് ഈസി ആയിരുന്നു. കൂടാതെ ബ്രിഞ്ചോൾ തൊക്കുണ്ടായിരുന്നു. ഇതും കുറേ ദിവസത്തേക്ക് ഫ്രിഡ്ജിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ചട്നി ഒന്നും അരയ്ക്കേണ്ടി വന്നില്ല. അത്ര തിരക്കായിരുന്നു എക്സിബിഷന് വേണ്ടിയിട്ട്. ഇത് കേസരി, സാധാ കേസരി അല്ല കേട്ടോ, ഇത് പൈനാപ്പിൾ കേസരി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടദോശയും ചൗച്ചായ ചട്നിയും ബ്രിഞ്ചോൾ തൊക്കും എല്ലാം കൂട്ടി കഴിച്ചു. അങ്ങനെ അന്നത്തെ രാത്രി ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇത് 3 ദിവസത്തെ എക്സിബിഷൻ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ കുറച്ച് പേപ്പർ ബാഗ്സും ഹാങ്ങേഴ്സും എക്സിബിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ പാരീസ് കോർണറിലേക്ക് പോവുകയാണ്. വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ടെന്ന് മാത്രമല്ല ട്രാഫിക്കും കുറച്ച് കൂടുതലായതുകൊണ്ട് മെട്രോയിൽ പോകുന്നതാണ് ഈസി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ പോയിരുന്നു. 5 മിനിറ്റിനുള്ളിൽ അടുത്ത ട്രെയിൻ എത്തി. അവിടെ കുറച്ച് നേരം ഇരുന്ന് പ്ലാനിങ് എല്ലാം ചെയ്യുമായിരുന്നു. എന്തെല്ലാം വാങ്ങണം ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ പിന്നെ നോക്കിയപ്പോൾ ദാ വരുന്നു എൻ്റെ ട്രെയിൻ. ഇതല്ല കേട്ടോ, ഇത് ഓപ്പോസിറ്റ് ട്രെയിനാണ് വരുന്നത്. 5 മിനിറ്റ് കൊണ്ട് കുറച്ച് നേരം ട്രെയിനൊക്കെ വരുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ദാ വരുന്നത്. പാരീസിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഡയറക്റ്റ് പാരീസിലേക്ക് മെട്രോ ട്രെയിനില്ല. ചെന്നൈ സെൻട്രലിൽ പോയി ഇറങ്ങി സെൻട്രൽ മെട്രോയിൽ പോയി ഇറങ്ങണം. അവിടുന്ന് ഹൈക്കോർട്ടിലേക്ക് വേറെ ട്രെയിൻ കയറണം. അവിടെയാണ് പാരീസ് കോർണർ വരുന്നത്. ഇത് സെൻട്രൽ മെട്രോ ആണ്. ഇവിടെയാണ് ഞാൻ ഇറങ്ങിയത്. ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഹൈക്കോർട്ടിലേക്കുള്ള ട്രെയിനിന് വേണ്ടിയിട്ട്. അങ്ങനെ ഹൈക്കോർട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. നല്ല അടിപൊളി പേപ്പർ ഷോപ്പാണിത്. ഇൻവിറ്റേഷൻ കാർഡ്സാണ് ഇവിടെ കൂടുതലും അടിക്കുന്നതെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാഗ്സ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഹോൾസെയിലാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്ന് എനിക്ക് വേണ്ട ബാഗ്, ഞാൻ മനസ്സിൽ വിചാരിച്ച ബാഗ് തന്നെ എനിക്ക് കിട്ടി. കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഹാൻഡിലുള്ള നല്ല പേപ്പർ ബാഗ്. അങ്ങനെ ബാഗെല്ലാം ഓർഡർ ചെയ്ത് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവർ അത് സെറ്റാക്കുന്നവരെ ഞാൻ അവിടെ ഇരുന്നു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഹാങ്ങർ വാങ്ങാനുണ്ടെന്ന്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാങ്ങറെല്ലാം റെസ്റ്റായിപ്പോയി. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ എക്സിബിഷൻ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പഴയ ഹാങ്ങറെല്ലാം റെസ്റ്റ് പിടിച്ചത് കൊണ്ട് ഞാൻ ഹാങ്ങേഴ്സ് എല്ലാം വാങ്ങി അങ്ങനെ ഓഫീസിലേക്ക് വന്നു. പിന്നെ ലഞ്ച് ടൈം ആയപ്പോൾ ഞാൻ സാൻഡ്വിച്ച് അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. ശ്രീനിവാസ പപ്സും പിന്നെ ഒരു സാൻഡ്വിച്ച്. ഈ സാൻഡ്വിച്ച് അടിപൊളി സാൻഡ്വിച്ചായിരുന്നു. പൊതുവെ അവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം നല്ല ടേസ്റ്റാണ്. ചാറ്റ് ഐറ്റംസ് ആയാലും ഇതുപോലെയുള്ള സ്മോൾ ബൈറ്റ്സൊക്കെ നല്ല ടേസ്റ്റാണത്. ഇത് ചീസി ഗ്രിൽഡ് സാൻഡ്വിച്ചാണ് കേട്ടോ, വെജിറ്റബിൾ. ഇത് നല്ല ഹെവി ആയിരുന്നു. 2 കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. ബാക്കി ഞാൻ ഈവനിങ്ങിലേക്ക് മാറ്റി വെച്ച് കഴിച്ചു. ഇത്
പപ്സ്, വെജിറ്റബിൾ പപ്സ് ആയിരുന്നു. ഇതെല്ലാം കഴിച്ച് നല്ലൊരു എനർജി ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ ഈവനിങ് പതിവ് പോലെ ഇടയ്ക്ക്, പതിവല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോകാറുള്ള ഒരു ശീലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ അമ്പലത്തിലേക്കും പോയി. അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞു, വന്നു, കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ എക്സിബിഷൻ ഡേ. സോ ദിസ് ഇസ് 3rd ഡേ, എക്സിബിഷന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എക്സിബിഷന് പോകുന്നത് നമ്മുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗൗണാണ്. ഇതൊരു കിമോണോ സ്ലീവുള്ള ഒരു ഗൗൺ വിത്ത് വേസ്റ്റ് നോട്ട്. ഇത് നന്നായിട്ട് സെയിലായി പോയ ഒരു ഡിസൈനായിരുന്നു കേട്ടോ. ഇതിൻ്റെ തന്നെ 2-3 കളർ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം സോൾഡ് ഔട്ടായി. ഈ എക്സിബിഷനിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി, ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക്സ് കിട്ടി, നല്ല റിവ്യൂസ് കിട്ടി, കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ എക്സിബിഷനിലൂടെ ഞാൻ പഠിച്ചു. ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ നടത്താൻ പോകുന്ന എക്സിബിഷൻ ഇവിടെയാണ് കേട്ടോ, ഈ കാണുന്ന മോളിൽ. ഇതാണ് ഗ്രാൻഡ് മോൾ. വേളാച്ചേരിയിലുള്ള ഈ ഗ്രാൻഡ് മോളിലായിരുന്നു എൻ്റെ എക്സിബിഷൻ. ഞാൻ കൂടാണ്ട് വേറെയും കുറേ വെൻഡേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ള വെൻഡേഴ്സിനെല്ലാം പരിചയമായി. 3 ദിവസം നമ്മളവിടെ ജോളിയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായി. ഞാൻ എൻ്റെ ഗാർമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചു. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോയാണ്. ഇൻഡിപെൻഡൻസ് ഡേയും അതിൻ്റെ നെക്സ്റ്റ് ഡേയും നല്ല അടിപൊളി റഷായിരുന്നു, പറയാതിരിക്കാൻ മേല. ലഞ്ചിന് തൊട്ടടുത്തുള്ള സ്റ്റാളിൽ നിന്ന് തൈര് സാധവും പൊട്ടറ്റോ ഉപ്പേരിയായിരുന്നു, ഒരു അപ്പളവും. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് ഇതുപോലെ കുട്ടി കുട്ടി സമോസാസ് ആൻഡ് കോഫി ഫ്രം ചായ്വാല. അപ്പോൾ ഇതൊക്കെയാണ് എക്സിബിഷൻ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.